പ്ലീസ്. അതായത് പ്രശാന്ത് അത് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറെ വിജിലൻസ് കമ്മീഷണറെ അറിയിച്ചില്ല, അതൊരു തെറ്റ് ചെയ്തു, അത് ക്ഷമിക്കണം. സ്പെഷ്യൽ കമ്മീഷണർ അതെ അതെ, അത് എക്സാക്ട്ലി ഹൈക്കോടതിക്ക് അപേക്ഷ കൊടുത്തു, അത് മാപ്പ് കൊടുക്കുകയും ചെയ്തു ഹൈക്കോടതി. അപ്പൊ പിന്നെ പ്രശാന്തിനെ അങ്ങനെ നമ്മള് ക്ഷേത്രത്തിന്റെ വസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള അതിന്റെ പരമാധികാരം ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് എന്ന കാര്യം സംശയലേശമന്യേ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതൊക്കെ ശരിയാ. ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ അവ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റഴിച്ചിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തിലേക്ക് ഹൈക്കോടതി പോവുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രശാന്തിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 98-99 വിജയമല്യ കൊടുത്ത സ്വർണം എത്രത്തോളം കൊടുത്തു, അതിലെത്ര പൂശി എന്നുള്ള കണക്ക് വന്നു കഴിഞ്ഞു. അതിനകത്ത് പൂശാതെ പോയത് മുതൽ നമുക്ക് സംശയമാണ്. അതെവിടെ പോയി? പൂശാതെ പോയ സ്വർണം അവിടെ കാണണമല്ലോ ഇപ്പോഴും. അത് ആരും എടുത്ത് കൊണ്ട് പോയതായിട്ട് ഇതുവരെ എങ്ങും വെളിയിൽ വരുന്നില്ല. അത് തന്നെയാണ് ഹൈക്കോടതിക്ക് സംശയം. 99 ശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ 2025 വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം SIT. എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ പിന്നിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട്. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു പകൽ വിളിച്ചു, അല്ലാതെ കണ്ട് അവിടുന്ന് നടത്താൻ പറ്റും. ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് വരൂ, ഭരണസമിതിയിലേക്ക് വരൂ. കാരണം ഇതിനെല്ലാം ഒപ്പിട്ടിരിക്കുന്നത്, തുല്യം ചാർത്തിയിരിക്കുന്നത് ഭരണസമിതിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം കമ്മീഷണറും ഒക്കെ ഉണ്ട്. അവരിലേക്ക് കൂടെ താങ്കൾ വരൂ. എന്താണ് അങ്ങോട്ട് വരാൻ ഭയം? ഇവിടെ പ്രശാന്തിന്റെ പ്രത്യേക താല്പര്യം കൂടി ഇവിടെ നിഴലിക്കുന്ന രീതിയിലാണ്. അല്ല, ഹൈക്കോടതിയിൽ ഈ പ്രശാന്ത് പോയി അപേക്ഷിച്ചതാണല്ലോ എനിക്കെതിരെയുള്ള പരാമർശം നീക്കണമെന്ന്. എന്തുകൊണ്ട് നീക്കിയില്ല? അത് മാത്രമല്ല, അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിൽ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് ദ്വാരപാലകരെ ആ സമയത്തൊന്നും തന്നെ ഇത്ര അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അത് എടുത്തിട്ടില്ല. എന്നിട്ട് അവസാനം 15 നവംബറിൽ പൂർത്തീകരിക്കേണ്ടുന്ന 2024 15 നവംബറിന് മുന്നിൽ പൂർത്തീകരിക്കേണ്ടുന്ന കാര്യങ്ങൾ അവസാനം പൂർത്തീകരിക്കുന്നത് 2025 ജനുവരിയിലാണ്. അതിനുശേഷം കോടതി പറയുന്നത് കേൾക്കും. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ഈ വസ്തുക്കളെ ഒന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ദേവസ്വം മാനുവലുണ്ട്, കോടതിയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ നിൽക്കെ ഇവർക്ക് ഇത് മെയിൻ്റനൻസ് നടത്തുന്നതിനുള്ള മതിയായ സമയം കിട്ടിയിട്ടും ഈ അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അത് പൂർത്തീകരിക്കാതിരുന്നത് കൊണ്ട് കോടതി മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായിട്ട് ഈ ഒരു അർജൻസി എന്നുള്ളത് മനഃപൂർവ്വം ഇവർ ഉണ്ടാക്കിയെടുത്തതാണ്, അതൊരു ന്യായവാദമായിട്ട് മാത്രം എടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് അർജൻസി ആരാ കൊണ്ടുവന്നത്? അർജൻസി കൊണ്ടുവന്നിരിക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആരാണ്? പ്രശാന്താണ്. അപ്പൊ പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ അർജൻസി എന്ന് പറയുന്ന കാര്യം പോലും ഒരു വസ്തുതയും ഇല്ലാത്തതായിരുന്നു. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത അർജൻസിയാണ്. ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. നടന്നിരിക്കുന്നത് അടിമുടി തട്ടിപ്പാണ് എന്നും അത് ഏതാനും ഉദ്യോഗസ്ഥർ മാത്രം ചേർന്നതല്ല എന്നും അന്താരാഷ്ട്ര ലെവലിൽ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നും പറയുന്നത് കൊണ്ടാണ് ഈ സുഭാഷ് കപൂറിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അവിടെ അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഗുരുതരമായിട്ടുള്ള വീഴ്ച. ഇപ്പൊ വാസുവിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കൂ. വാസുവിന്റെ കാര്യത്തിൽ വാസു അവിടെ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കേവലം മറ്റൊരു തുടർ നടപടി എന്ന രീതിയിലത്തേക്ക് മറ്റൊരാളിനെ ചുമതലപ്പെടുത്തുകയായിരുന്നില്ല വേണ്ടത്. മറിച്ച് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമായിരുന്നു. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കണമായിരുന്നു. കാരണം അദ്ദേഹം ഭഗവാന്റെ സ്വത്ത് അനധികൃതമായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നു, അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നീ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്ഡേഷൻ വേണം, അതാ ചേട്ടനില്ലാത്തത്. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആയിക്കോട്ടെ, മുൻപുണ്ടായിരുന്ന പ്രസിഡന്റുമാരായിക്കോട്ടെ, ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരാളിനും ഇതിൽ നിന്ന് ഇഗ്നോറൻസ് പറഞ്ഞുകൊണ്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. അറിവുണ്ടായിക്കൊണ്ട് അതിനെ മറച്ചു വെക്കുന്ന രീതിയിൽ രേഖയിൽ കൃത്രിമത്വം ഉണ്ടാക്കുകയും 2019 മുതലുള്ള തട്ടിപ്പുകൾ ഒന്നും തന്നെ പുറത്തു വരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്രിമത്വം വരുത്തി ആ കൃത്രിമത്വം ഇന്നുവരെ തുടരുന്നു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കം അതിന്റെ ഭരണസമിതി പൂർണ്ണമായിട്ടും രാജിവെച്ചു മാറുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ പ്ലീസ്, അതായത് പ്രശാന്ത് അത് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറെ വിജിലൻസ് കമ്മീഷണറെ അറിയിച്ചില്ല, അതൊരു തെറ്റ് ചെയ്തു, അത് ക്ഷമിക്കണം. സ്പെഷ്യൽ കമ്മീഷണർ അതെ അതെ, അത് എക്സാക്ട്ലി ഹൈക്കോടതിക്ക് അപേക്ഷ കൊടുത്തു, അത് മാപ്പ് കൊടുക്കുകയും ചെയ്തു ഹൈക്കോടതി.
അപ്പൊ പിന്നെ പ്രശാന്തിനെ അങ്ങനെ നമ്മള് പിന്നെ പ്രശാന്ത് അതല്ല മാപ്പ് കൊടുത്തു. പ്രശാന്തിനെ ക്ഷമിച്ചിരിക്കുന്നു പറയാൻ നീ ആരാടാ പന്നി? വലിയ കള്ളൻ ആര്, ചെറിയ കള്ളൻ ആര് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പത്മകുമാറിന്റെ കാലത്തെ ഭരണസമിതി പ്രതിയായി. അതിനുശേഷം വന്ന ദേവസ്വം കമ്മീഷണർ, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു പ്രതിയായി. ഇനി പ്രശാന്തും പ്രതിയാവുന്ന സമയത്തിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പൊ മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ. പ്രശാന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കുട്ടിയാണ്, നല്ല പിള്ളയാണ്, എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഹൈക്കോടതി ഇത് കൊടുത്തിട്ടുണ്ട് എന്നൊന്നും പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല. ഇവിടത്തെ കാര്യത്തിൽ ഇടപെടാൻ അവനാരാ? ആരാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദി കസ്റ്റോഡിയനാണ്. കസ്റ്റോഡിയൻ ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ 9.5 വർഷമായി ആരാണ് ഭരണസമിതി എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന സർക്കാരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നമ്മുടെ പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും പ്രശാന്തനാണെങ്കിലും ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിനെ നിയമിച്ചതാരാണ്? ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രി ഇന്നാരാണ്? വാസവനാണ്. നേരത്തെ ഉള്ള ഇടതുപക്ഷ ദേവസ്വം മന്ത്രിമാരാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ട്. പോയി ചത്തുടടാ. സർക്കാർ സത്യസന്ധമാണെങ്കിൽ, സർക്കാർ സുതാര്യമാണ് എങ്കിൽ ഈ ദേവസ്വം ബോർഡിനെ എന്നോ പുറത്താക്കേണ്ടിയിരുന്നു. നമ്മൾക്കൊക്കെ അറിയാം, ഈ ചർച്ചയ്ക്കകത്ത് ആദ്യഘട്ടങ്ങളിൽ വന്നത് ദേവസ്വം ബോർഡിലെ മെമ്പർമാരായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ല, അയ്യപ്പ സംഗമത്തിന്റെ അന്ന് ഒരു 3 ദിവസം ഇതിനകത്ത് ചർച്ച വന്ന സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ കുത്തിക്കയറ്റമാണ് ചർച്ചയ്ക്ക്. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത്? എന്തെല്ലാം ഇപ്പൊ എവിടെ പോയി അവരൊക്കെ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞിരിക്കാൻ. ക്ഷേത്രമായ ശബരിമലയിലെ കളവ്, മോഷണം പുറത്തു വന്നിട്ട് ഇത്ര ദിവസമായിട്ടും എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് CPM എടുക്കുന്നുണ്ടോ? ഒരു ചർച്ചയ്ക്കകത്തേക്ക് CPM ആളെ വിടുന്നുണ്ടോ? ഇതുപോലെയുള്ള ഇടതുപക്ഷമാണോ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷമാണ്, CPM ആണോ എന്ന് ചോദിച്ചാൽ CPM ആണ് എന്നല്ലാതെ ആധികാരികമായിട്ട് ഒരാളെ ചർച്ചയ്ക്ക് വിടാൻ CPM തയ്യാറല്ല. നിർത്തി അവമാനിക്കുവാണെന്ന് ന്യായീകരിക്കാൻ CPM തയ്യാറല്ല. ആദ്യമായി തട്ടിപ്പ് കാര്യത്തിൽ സമയത്ത് ഞാൻ ചർച്ചയിലുണ്ടായിരുന്നു നിരന്തരമായിട്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരമായ തട്ടിപ്പാ. നിങ്ങൾ അതിനെ കുറിച്ചൊന്നും പുറത്തു പറയിപ്പിക്കരുത്. ആൾക്കാരെ പിന്നെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ചിലതൊക്കെ പറയേണ്ട വരും. ഞാനത് മലപ്പുറം പറയണം, നിങ്ങൾ പറയണം സാർ. പറയും സാർ. എന്താ സംശയം? കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയല്ലേ നടന്നത്? ആരൊക്കെ പേരിടാ പുറത്തു വന്നത്? അതിന് നേതൃത്വം കൊടുത്തവൻ ആരാ? ഒരു കോൺഗ്രസ്സുകാരനല്ലേ? പിന്നെ വന്ന പേരുകളൊക്കെ എന്തൊക്കെയാ? നിങ്ങൾ അത് പറയിപ്പിക്കരുത്. പക്ഷെ ഇതുപോലൊരു കൊള്ള ഭയങ്കരമാണ് കേട്ടോ. ഈ കൊള്ളയുടെ കാര്യം പറയുമ്പോൾ അല്ല, ഈ കൊള്ളയുടെ മുമ്പിൽ ഒന്നും ആവില്ല. ഈ കൊള്ളയുടെ മുമ്പിൽ ഒന്നും ആവില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? നിങ്ങൾ മാന്യത പഠിപ്പിക്കേണ്ട. നിങ്ങളായിരുന്നു ചർച്ചയ്ക്ക് എന്ന് നേരത്തെ പറഞ്ഞിരുന്നാൽ ചർച്ചയ്ക്ക് വരാൻ തന്നെ കോൺഗ്രസിന്റെ ആളുകൾ ഇല്ല, വരരുത് എന്ന് പറഞ്ഞതാണ്. ഞാനിത് അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് പോലും പറയാതെ ചർച്ചയിൽ പങ്കെടുത്തത്. ശബരിമലയിൽ തട്ടിപ്പാണ്, കള്ളന്മാരാണ്. ആ കള്ളന്മാർക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു. പ്രശാന്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. നിങ്ങൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായ പരാമർശമുണ്ട്, മാപ്പ് കൊടുത്തു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷം.